ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിലെ പ്രൊഡക്ഷൻ മാനേജറും അതുപോലെ തന്നെ നിരവധി സിനിമകളുടെ പിന്നണി രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള, പല സിനിമകളിലും ആക്ടറായും പ്രവർത്തിച്ച് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള പരമേശ്വരൻ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരു സിനിമാ മേഖലയിൽ അത്യാവശ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയുമായാണ് ഇന്ന് അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ ഇന്ന് നമുക്ക് നേരിട്ട് സംസാരിക്കാം ചില കാര്യങ്ങൾ. അവനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഈ കാര്യം. പരമേശ്വരേട്ടാ, ഈ നമ്മള് പല ആളുകൾക്കും ഇപ്പം സിനിമാ മേഖലയിൽ നമ്മള് പ്രവർത്തിക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റു സാധാരണക്കാർക്ക് സിനിമക്കകത്ത് നടക്കുന്നത് എന്താന്ന് പ്രത്യേകിച്ച് അറിയില്ല. ഇപ്പൊ സിനിമ ആക്ടർ അറിയും, അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരറിയും, ചില ഗായകന്മാര് അതിൽ പാട്ട് പാടിയവരറിയും. പക്ഷെ ഈ ചില പ്രത്യേക പൊസിഷനുകളൊക്കെ ഉണ്ട് സിനിമയിൽ അലങ്കരിക്കുന്നത്. ഇപ്പോ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ കൺട്രോളർ, അതുപോലെ തന്നെ ഇതുപോലെ മറ്റു പലതും ഉണ്ട്. തിരക്കഥാ സംഭാഷണം, അങ്ങനെ തുടങ്ങിയിട്ട് മേക്കപ്പ് ഇഫക്റ്റ് എന്നൊക്കെ പറയുന്ന ചില സാധനങ്ങളുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ എപ്പോഴും പറയുന്ന സാധനമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളറും പ്രൊഡക്ഷൻ മാനേജറും. ഇത് എന്താണെന്നുള്ള ഞാന് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാണെങ്കിൽ ആ സിനിമയുടെ അതിലേക്കുള്ള ആക്ടേഴ്സ് അതിനെത്തിക്കുന്ന കാര്യങ്ങൾ പ്രൊഡക്ഷൻ കൺട്രോൾ ഡ്യൂട്ടി. രണ്ടാമത് പ്രൊഡക്ഷനിൽ വാഹനങ്ങൾ എത്തിക്കാം. മൂന്നാമത് അവർക്കുള്ള ഭക്ഷണങ്ങളും സാധനങ്ങളും ഫുഡുകൾ നോക്കാം. മറ്റുള്ള എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഈ ലൊക്കേഷനിൽ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫണ്ട് ചെയ്യുന്നൊക്കെ പ്രൊഡ്യൂസർ ചെയ്യും, ഡയറക്ടർ ഉണ്ടാവും. അവര് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി കൂടിയിട്ടാണ് ഏകദേശം പടങ്ങളൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഒരു പ്രൊഡക്ഷൻ മാനേജർ അവര് സമീപിക്കും. ഇത് എനിക്ക് തോന്നുന്നത് മറ്റുള്ള ചില സ്ഥാനങ്ങള് സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെക്കാൾ കൂടുതൽ സിനിമയുടെ തുടക്കം മുതൽ ഏതാണ്ട് അവസാനം വരെ നിറഞ്ഞു നിന്ന് നിൽക്കേണ്ട മേഖലയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കാരണം അതിന്റെ കാരണം എന്താ വെച്ചാല്, നമ്മളൊരു സിനിമയില് ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൽ പല റിസ്കുകളും ഉണ്ടാവും. ചിലപ്പോൾ ലൊക്കേഷനിൽ ചിലപ്പോൾ കറണ്ട് ഇല്ലാതെ വരും. ആ സമയത്ത് നമ്മളോട് വിളിച്ചു പറയും ഒരു ജനറേറ്റർ, അല്ലെങ്കിൽ അന്ന് ഷൂട്ട് മുടങ്ങിപ്പോകും. ആ സമയത്ത് നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ആ സമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. രണ്ടാമത് അതിൽ മറ്റുള്ള എല്ലാ പോരായ്മകളും, അതായത് നമ്മൾ ഈ സിനിമയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവര്, അതിലേക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട്, അത് നോക്കി നിൽക്കാതെ നമ്മളത് കൂടി ചെയ്തു കൊടുക്കുക. പല ആളുകൾക്കുള്ള വലിയ മോഹമാണ്, പ്രത്യേകിച്ച് നാടന്മാർക്ക്, അല്ലെങ്കിൽ നാട്ടില് തൊഴിലുകളെടുത്ത് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും ഒരു സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ളത്. പരമേശ്വരേട്ടൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള? ഞാനും ഇതേമാതിരി ഒരു ആഗ്രഹം വെച്ചിട്ട് പോയ ഒരാളാണ്. അപ്പൊ ഞാനൊരു സിനിമ ഷൂട്ട് നടക്കുന്ന സ്ഥലത്ത്, അതായത് രാമനാട്ടുകര ഷൂട്ട് നടക്കുന്ന സമയത്ത് അത് കാണാൻ പോയ സമയത്ത് അതിലിങ്ങനെ ഷൂട്ട് നടന്ന ഒരു ഡയലോഗ് ഒരാളോട് പറയുന്നത് കേട്ടപ്പം അത് ഒരു 4-5 പ്രാവശ്യം അവര് തെറ്റിച്ചു. ആ സമയത്ത് ഞാനത് കാണാൻ നിൽക്കുന്ന പ്രേക്ഷകൻ എന്നതില് എനിക്കത് പെട്ടെന്ന് മനസ്സിൽ തോന്നി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞപ്പം എന്നെ അവിടുന്ന് അവര് പുറത്താക്കി. അല്ല, അതിലേക്ക് ക്ഷണിച്ചിരുന്നോ, അല്ലെങ്കിൽ ക്ഷണിക്കാതെ ആ ഒരു അവസരത്തിനൊത്തപ്പോ അങ്ങ് കേറിയതാണ് അല്ലേ? ക്ഷണിക്കാതെ ഞാൻ പോയതാ. അതായത് സ്കൂളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഷൂട്ട് കാണാൻ വേണ്ടി ഓടിയതാ. ഷൂട്ട് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. വാസ്തവത്തിൽ അതൊക്കെ പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെങ്കിലും പിന്നീട് സിനിമയിലേക്കുള്ള ഒരു ചെറിയൊരു ചവിട്ടുപടി അതായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിന് കാരണങ്ങളുണ്ട്. അതിന് തന്നെ ഇതാക്കിയപ്പം അവര് പറഞ്ഞു നിങ്ങൾക്ക് പറയാൻ ഇതില്ല, നിങ്ങൾ ഇതിന്റെ ഔട്ട് പോകുന്നു പറഞ്ഞു. ഔട്ട് ഏതാണ് ഉള്ളതാണ് എനിക്കറിയില്ല. അന്ന് എങ്ങനെ തുടക്കാണല്ലോ അതിന്റെ ഒക്കെ. ഈ നിങ്ങളെ ഈ സിനിമാ മേഖലയിൽ ഇപ്പോ നേരത്തെ പ്രൊഡക്ഷൻ മാനേജറാണെന്ന് ആയി പ്രവർത്തിച്ചു, അതുപോലെ തന്നെ ആക്ടറായി വർക്ക് ചെയ്തു, സിനിമയുടെ പിന്നണിയിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം.
പക്ഷെ ഈ സിനി ആർട്ടിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരല്ലാത്തവർ പലർക്കും പല തിക്താനുഭവങ്ങളുണ്ടായി. ഇത് പൊതുവിൽ സിനിമാ മേഖലന്റെ ഒരു സ്വഭാവം തന്നെയാണോ? എങ്ങനെയാണ് നിങ്ങൾക്കുണ്ടായ അനുഭവം? എങ്ങനെ മറ്റ് ഇതിന് ശേഷം ഉണ്ടായ സിനിമകളിൽ നിന്ന് ഉള്ള അനുഭവം എങ്ങനെയെന്നുള്ള? അത് നമ്മൾ ഒരു സിനിമയിൽ ചെല്ലുമ്പോൾ നമ്മളോട് എന്തേ ജോലി പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളവിടെ വന്ന മറ്റുള്ള ആക്ടേഴ്സിനെ അറിയില്ല. നമ്മളതിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മളതിൽ മെയിനായിട്ട് അവര് ചിലപ്പോ ഒരു സിനിമയിൽ അഭിനയിച്ച് മുഖം കാണിച്ച് വന്നവരായിരിക്കാം. അപ്പൊ അതേമാതിരി വന്ന ആളെ ഞാൻ എന്തെങ്കിലും പറയുമ്പം അവർക്ക് പറ്റില്ല. അപ്പൊ അവർ അതിനുള്ള കുറെ ചീത്തകളും കാര്യങ്ങളൊക്കെ ചെറിയ പറയും. റിയാക്ഷൻ ആ. ഉണ്ടാവും അപ്പൊ അത് എന്നുള്ള അർത്ഥം. അത് ഡയറക്ടറോട് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ മൈൻഡിൽ മുഴുവൻ സിനിമ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം സിനിമാ മേഖലയിൽ അത്യാവശ്യം പ്രവർത്തിച്ചു. അതിൽ ഫസ്റ്റ് എത്തുന്നത് സിനിമയിലേക്ക് തന്നെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൽബം വഴി കയറിയതാണോ, അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ അല്ലെങ്കിൽ കോളേജ് പഠനത്തിനിടയിലൊക്കെ നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം നമുക്ക് ഒരുപാട് കിട്ടും. ആ നിലയിൽ ഒന്നാണ്. എങ്ങനെയാണ് ഫസ്റ്റ് ഇതിലേക്ക് ഉണ്ടായ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണ്? ഞാന് ആദ്യമായിട്ട് വന്നത് ഒരു ഷോർട്ട് ഫിലിമിലാണ്. ഒരു കാരമുള്ള പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്, കോഴിക്കോട് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. അതിന്ന് ഞാൻ വീണ്ടും ഷോർട്ട് ഫിലിമിലേക്ക് പോയി. അങ്ങനെ ഒരു 4 ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. ഈ കാരമുള്ളും അതിന് ശേഷമുള്ള ഈ 4 ഇറങ്ങിയതല്ലേ? അതിൽ കാരമുള്ള ഇറങ്ങിയില്ല, ഗോയൻ ഇറങ്ങി. പിന്നെ ഓണം ഒരു യുഗപ്പിറവി ഷിബു നിർമ്മാല്യം പറഞ്ഞ ആളായിരുന്നു. അപ്പൊ അതും ഇറങ്ങി. പിന്നെ നമ്മള് തരളം തരളമായി പറഞ്ഞൊരു മ്യൂസിക്കൽ ആൽബം അതും ഇറങ്ങി. അതിന്റെ മുന്നേ തന്നെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടൊരു പദവി ഉണ്ട് സിനിമയിൽ. കൊറോണ സമയത്ത് വൈറസ്, ആ സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു. മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയായിട്ട് ഇരിക്കേണ്ട ഒരു വേഷം, ചെറിയൊരു ഡയലോഗ് ഉണ്ട്, അങ്ങനെ കിട്ടി. ഈ കലാരംഗത്തേക്ക് വന്നു എന്ന് നേരത്തെ സംഭാഷണത്തിനിടയിൽ പറഞ്ഞു. പക്ഷെ സിനിമയിലാണല്ലോ ഇപ്പൊ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഈ ഫസ്റ്റത്തെ സിനിമ അത് ഏതായിരുന്നു എന്നുള്ള? ഫസ്റ്റിലെ സിനിമ പത്മഭൂത്തിൽ അഭിമന്യു. അതിന് ശേഷം നമ്മള് വൈറസ് എന്ന സിനിമയില് ചെറിയൊരു വേഷം കിട്ടി. പിന്നെ അങ്ങോട്ട് പോന്നിട്ട് മമ്മൂക്കായുടെ മാമാങ്കത്തിൽ വന്നു. പിന്നെ സുനിൽ സാറിന്റെ അരക്കിറക്കലില് വന്നപ്പോ അതിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നു. കാരണം സിനിമയിലെ അഭിനയം മാത്രമല്ല, അതിലാണ് ഞാൻ ഒരു പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നത് പഠിച്ചതായിരുന്നു. എല്ലാത്തിലും അഭിനയിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഇപ്പൊ പുതിയ തസ്തികയിലേക്ക് കയറിയിട്ടുണ്ട്. അത് കയറിയതിപ്പോ 4 സിനിമ പ്രൊഡക്ഷൻ മാനേജറെ ഇതിൽ കയറിയിട്ട് ചെയ്തു. അതില് നല്ല ഇപ്പം അടുത്തിറങ്ങിയൊരു സിനിമയാണ് ആക്രി കല്യാണം. ക്യാപ്റ്റൻ വിജയിന്റെ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവപ്പറം ഫിലിംസിന്റെ. അതില് ബ്രോക്കർ കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായിട്ട് ഞാനാണ്. പരമേശ്വരൻ പള്ളി. അപ്പം അതെങ്ങനെ ഇപ്പോ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ നിലവില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? അതായത് തിയേറ്ററിൽ എത്താത്ത ഏതെങ്കിലും ഉണ്ടോ? തിയേറ്ററിൽ ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്ന പടമുണ്ട്, ബാലുണ്ട്, അലകടലുണ്ട്. ഒന്നിപ്പോ ഇറങ്ങാൻ പോകുന്നു, ഏപ്രിൽ മാസത്തിൽ ഇറങ്ങാൻ പോവുക. ആക്രി കല്യാണത്തിന് ശേഷം ഇപ്പൊ ഇറങ്ങുന്ന പടം. പിന്നെ ഒരു ജിത്ത് ജിത്ത് പറഞ്ഞ ഒരാളെ തമിഴ് പടമുണ്ട്, പെൺമൈ. അതിൽ എനിക്ക് നല്ലൊരു വേഷം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. തമിഴ് ഫിലിമില് പൂജ കഴിഞ്ഞു സിനിമ. അത് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കേരള ആണോ? അല്ല, തമിഴ്നാടാ. അതായത് പളനി, പാലക്കാട് അവര് പറഞ്ഞത്. അത് നല്ലൊരു വേഷം. ഇതിന്റെ ഒക്കെ ഉപരിയായിട്ട് പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ സിനിമയിൽ. ആ സിനിമയിൽ എനിക്ക് പ്രൊഡക്ഷന്റെ ഇതിലേക്ക് പറഞ്ഞ് വെച്ച് ഒരു ആളും കൂടിയാണ് അയാള്. അതിന്റെ പുറമെ ഇപ്പം MP നായർ പൊന്നശ്ശേരി ഫിലിംസിന്റെ അഗ്നിമുഖം എന്ന പടത്തിന്റെ മൂവിയുടെ പ്രൊഡക്ഷൻ മാനേജർ ഞാൻ നിലവിൽ. പിന്നെ ഇന്റർനാഷണൽ പടമായ നമോയോഗി, അതില് ഒരു നല്ലൊരു ആക്ടറായിട്ട് വരുന്നുണ്ട്, അത് പൊളിറ്റീഷ്യൻ ആയിട്ടാണ്. പിന്നെ അതിലൊരു സ്ഥാനം കൂടി ഉണ്ട് എനിക്ക്, എക്സിക്യൂട്ടീവിന്റെ സ്ഥാനമായിട്ട് പ്രൊഡക്ഷനില് സാറ് പറഞ്ഞു വെച്ചതാണ്. 2024 മറ്റേ പള്ളത്ത് രാധാകൃഷ്ണൻ പള്ളത്ത് എന്ന് പറയും, അതിപ്പോ ഷൂട്ട് തുടങ്ങാൻ പോവാ മാർച്ച് 10-ന്. അതില് ഒരു മുസ്ലിം വേഷമാണ് എനിക്ക് പറഞ്ഞത്, നല്ലൊരു വേഷം. പിന്നെ ഇപ്പം അതിന്റെ പുറമെ ദേവപർവം ഫിലിംസിന്റെ വിജയ് സാറിന്റെ ഒരു പടം ഇപ്പം ഓഡിഷൻ നടത്തിയിട്ടുണ്ട്. അതായത് കെട്ടിയെന്ന് പറഞ്ഞ പടം. അത് ഏപ്രിലിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുക.
ഏപ്രില് ഷൂട്ടിംഗ് അവസാനിച്ച് അല്ല. തിയേറ്ററിൽ ഇറങ്ങുമോ? ഏപ്രിലില് ഷൂട്ട് തുടങ്ങുള്ളൂ. ഓക്കെ. അതില് നല്ല ആക്രി കല്യാണത്തില് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞിട്ടാണെങ്കിൽ നല്ല റിസ്ക് പിടിച്ചൊരു ജോലിയായിരുന്നു. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ആ പടം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി ഞാനാണ്. ഇതില് ഡയറക്ടറായിട്ടും ഈ കൂടുതലായിട്ട് സാധാരണക്കാര് ഒന്ന് അറിയാൻ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. സിനിമയെ പുറത്തുനിന്ന് നമ്മൾ നോക്കി കാണുമ്പോ ഇതിലെ ഈ മിനി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെ. ഇവർക്കൊക്കെ എങ്ങനെ ഒരു ഒത്തുപിടിച്ച് പോകാനുള്ള ക്യാഷ് കിട്ടുമോ? എന്താണ് അതിന്റെ അവസ്ഥ? അത് പ്രൊഡക്ഷൻ ഒരു ഇത്ര സംഖ്യ എന്നൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാവും. ആ. അത് വേറെ സബായിട്ട് മറ്റുള്ള കോർഡിനേറ്റർമാർ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും കൂടിയുള്ള ചെറിയൊരു കൂലി അതിന്ന് കീശേന്റെ ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അതേസമയം നേരിട്ട് വിളിക്കുന്ന ആളുകളുണ്ടാവും, ഡയറക്റ്റായിട്ട് വിളിക്കുന്ന അവർക്ക് അത് കറക്റ്റ് ആയിട്ട് പൈസ ഉണ്ടാവും. അതായത് ഒരു ദിവസത്തെ ഷൂട്ടിന് ഇപ്പൊ ഉദാഹരണത്തിന് 5000 റുപ്യ കിട്ടും എന്ന് പറഞ്ഞാൽ 5 ഓൽക്ക് ഡയറക്ടർ കിട്ടും. ജൂനിയർ ആർട്ടിസ്റ്റിന് 5000 ഒരു സിനിമയിലും കൊടുക്കില്ല. അത് 1000 രൂപ വെച്ചിട്ട് കൊടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. വഴികളുള്ളൂ അല്ലേ? അത് കൊടുക്കാനുള്ള അവർ അധ്വാനിക്കുന്ന കൂലി അവർക്ക് കൊടുക്കണം. കാരണം രാവിലെ 6 മണി തൊട്ട് 8-9 മണി വരെ അവര് അധ്വാനിക്കില്ല. ഒരു സിനിമ ആക്ടറായിട്ടും കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റിനാണ് ജോലി കൂടുതൽ. പക്ഷെ അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. അതേ സ്ഥാനത്ത് പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞാല് ഡയറക്ടേഴ്സിനും മറ്റുള്ളവർക്കും 10 രൂപ മറ്റുള്ളവർക്ക് ചെലവാകുന്നത് ഒഴിവായിട്ട് 5 രൂപയിലാക്കിയിട്ട് അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ എന്നെ പോലുള്ള സത്യസന്ധമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് 4 സിനിമയിൽ ഇപ്പം നല്ല വേഷങ്ങൾ വന്നുകൊണ്ട് നിൽക്കുക. ടോട്ടൽ എത്ര സിനിമയിൽ അഭിനയിച്ചു? 8 സിനിമയിൽ അഭിനയിച്ചു. എത്ര പക്ഷെ സിനിമയില് ആരും നമ്മൾ അറിയപ്പെടുന്നില്ല. കാരണം ഞാനൊരു കൊണ്ടോട്ടിക്കാരനായി, പള്ളിക്കൽ സാറാണല്ലോ എൻ്റെ വീട്. അപ്പൊ നമ്മളെ നാട്ടിൽ നമ്മളാരും അല്ലാതെ അറിയപ്പെടുന്നില്ല. പക്ഷെ പുറത്ത് നമുക്ക് നല്ല പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും നല്ല ബഹുമാനത്തോടെ കൂടിയിട്ട് എനിക്കും കളവുമായിട്ട് ഞാൻ പോവില്ല. സത്യസന്ധനായിട്ട് ആ പടം നമ്മൾ തിയേറ്ററിൽ എത്തിക്കാം, ആ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. എത്ര സിനിമയില് പ്രൊഡക്ഷൻ മാനേജറായി നിന്നു? 3 സിനിമയിലൊന്നും ഇപ്പൊ 4ാമത്തെ സിനിമ പ്രൊഡക്ഷൻ മാനേജറായിട്ട് നിൽക്കുന്നു. 3ലും 2 നല്ല നിലവാരത്തിൽ തന്നെ എത്തിച്ചു. ഒന്ന് ഏറ്റവും എടുത്തു പറയേണ്ട ഒന്ന് ആക്രി കല്യാണം തന്നെ. ഏബ്രഹാം ഫിലിംസിന്റെ. കാരണം ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് തിക്ക് അനുഭവത്തിന്റെ ഉള്ളിൽ കൂടിയാണ് ഞാൻ അതിൽ പോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ക്യാപ്റ്റൻ വിജയന്റെ നല്ല പടം. പക്ഷെ ആക്ടറായ ആള് ഞാനാണെന്ന് ഒരാൾ എന്നെ തിരിച്ചറിയില്ല. കാരണം എന്താ വെച്ചാല് ഞാൻ ഏത് സമയത്ത് എല്ലായിടത്തും ഓടി നടക്കുക. സിനിമയിൽ വരുമ്പോ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. ഡോക്ടർ കുഞ്ഞപ്പി കാണുന്ന ആളാണല്ലോ. ആ സിനിമ ഇറങ്ങിയിട്ട് അന്നും തിയേറ്ററിലേക്ക് ഓടുന്ന ഒരാൾ ഞാനായിരുന്നു. പ്രേക്ഷകരെ മനസ്സിൽ ഇത് ഇങ്ങനെ പ്രൊഡക്ഷൻ മാനേജറായി നിൽക്കുന്ന സമയത്ത് തന്നെ ബന്ധപ്പെട്ട കുറച്ച് ആളുകൾക്കൊക്കെ ചെറിയ അവസരങ്ങൾ കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടില്ലേ? ഒരുപാട് പേര് സിനിമയിലും കയറ്റിയിട്ടുണ്ട്, ഒരുപാട് കുഞ്ഞുങ്ങളും കയറ്റിയിട്ടുണ്ട്. ആ സിനിമയിലും കയറ്റിയിട്ടുണ്ട്, മറ്റു പടങ്ങളിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതില് എന്റെ കൂടെ നിന്ന് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. അവരൊക്കെ രക്ഷപ്പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെ ഒരു നമ്മളെ നാട്ടിലും സമീപ പ്രദേശത്തും സുഹൃത്തുക്കൾക്കും അവസരം കൊടുക്കാറുണ്ട്. അത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. സമ്പാദ്യമല്ല നമ്മള് സിനിമ ഇപ്പം സാറ് വിളിച്ചാലും മറ്റുള്ള ആളുകൾ വിളിച്ചാലും ആ സിനിമ നമ്മൾ തിയേറ്ററിൽ എത്തിക്കാം, അതിൽ ആത്മാർത്ഥമായിട്ട് അതിൽ സഹകരിച്ച് അഭിനയിക്കാം. അഭിനയ ആക്ടർക്ക് ആർക്കും കഴിയും. പക്ഷെ പ്രൊഡക്ഷൻ മാനേജർ ആവാൻ ഒരുപാട് പ്രയാസങ്ങൾ ആ വിഷയത്തിൽ ഉണ്ട് അല്ലേ, അനുഭവിക്കേണ്ടി വരും. എന്നാൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതായാലും ഞാൻ മനസ്സിലാക്കണത് എന്താന്ന് വെച്ചാല്, നിങ്ങള് താഴെ തട്ടില് നമ്മളെ പോലെ നിങ്ങളുടേതായ ജോലിയിൽ മുഴുകുന്നു, എന്നാലോ സിനിമാ മേഖലയിൽ കിട്ടാവുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രൊഡക്ഷൻ മാനേജർ വരെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഏതായാലും വളരെ സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ യാദൃശ്ചികമാണെങ്കിൽ പോലും ഇനിയും ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. അതുവഴി നമ്മളെ നാട്ടിലെ മറ്റു കുട്ടികൾക്കും സമീപ പ്രദേശത്തെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. കണ്ടുമുട്ടിയതിലും ഇതിലൊക്കെ വളരെ സന്തോഷം.